ജീവിതത്തിൻ്റെ ഒരു നല്ല പങ്കും യുവാക്കളോടൊപ്പം ചെലവഴിച്ച ഒരാൾ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്: ഞാൻ സഹിക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരു ദൈവമാണോ അത്? ഞാൻ ചില ഭക്ഷണങ്ങൾ മാറ്റിവെച്ചാൽ, ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എൻ്റെ ദൈവത്തിന് സന്തോഷമാവുമോ? ഇങ്ങനത്തെ ഒരു നോമ്പും ഉപവാസവുമൊക്കെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, സഹിക്കുമ്പോൾ ദൈവത്തിന് സന്തോഷം ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ചോദ്യം ഇതാണ്: എല്ലാ സഹനവും രക്ഷാകരമാണോ? ഒരിക്കലുമല്ല. സഹിച്ചു എന്ന് കരുതി ഒരു ജീവിതവും അനുഗ്രഹിക്കപ്പെടുകയില്ല. കാരണം കുരിശിലെ യേശുവിൻ്റെ സഹനത്തിൻ്റെ അതേ സഹനത്തിലൂടെയാണ് ഇടതുവശത്തെ കള്ളനും കടന്നു പോവുക. പക്ഷേ സഹനത്തിനൊടുവിൽ അയാൾ നിത്യനരകത്തിലേക്ക് പതിക്കുകയാണ്. എന്നാൽ അതേ സഹനത്തിലൂടെ ഇടർച്ചകളുള്ള മറ്റൊരു വലതുവശത്തെ കള്ളൻ പറുദീസയിലേക്ക് പടി കയറി പോകുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ കരം പിടിച്ച് അവനോടൊപ്പം. സഹിച്ചതുകൊണ്ടൊരു ജീവിതം അനുഗ്രഹിക്കപ്പെടുകയില്ല. സഹനം അനുഗ്രഹിക്കപ്പെടുന്നത് ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കുമ്പോൾ, അവൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ്. അവനെപ്പോലെ ക്ഷമിച്ചുകൊണ്ട്, അവനെപ്പോലെ സ്നേഹിച്ചുകൊണ്ട്, അവനെപ്പോലെ അനുഗ്രഹിച്ചുകൊണ്ട്, അവനെപ്പോലെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു സഹനത്തിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ, അവൻ കടന്നുപോയ അതേ പറുദീസയിലേക്ക് അയാളും കടന്നു കയറുകയാണ്. എൻ്റെ കാലൊന്ന് വാതിൽപ്പടിയിൽ തട്ടുമ്പോൾ, ജീവിതത്തിൽ ഒരു പരിഹാസത്തിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ, പ്രിയപ്പെട്ടവരിൽ നിന്നൊരു അവഗണന നേടുമ്പോൾ, ഞാനും നിങ്ങളും ഉള്ളിൽ ഉലയുന്നുണ്ട്. പക്ഷേ ആ ഉലച്ചിലിന് രണ്ട് സാധ്യതയുണ്ട്. ഒന്ന്, 800 പട്ടാളക്കാർ നിരന്ന് നിന്ന് മുഖത്ത് തുപ്പിയപ്പോൾ അത് സ്നേഹത്തോടെ ക്ഷമയോടെ സഹിച്ച ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച ഒരു സഹനം. മറ്റേത്, പഴിച്ചും പ്രതികാര ചിന്തയോടെ, വെറുപ്പോടെ, വിദ്വേഷത്തോടെ നിത്യനരകത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന മറ്റൊരു സഹനം. പ്രിയപ്പെട്ടവരെ, നോമ്പുകാലം എങ്ങനെ സഹനത്തെ സ്വീകരിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാലമാണ്. മനഃപൂർവ്വം ചില കൊച്ചു സഹനങ്ങളിലൂടെ കടന്ന് ജീവിതത്തിലെ സഹനപർവ്വങ്ങളെയൊക്കെ ക്രിസ്തുവിനോട് ചേർന്ന് താണ്ടേണ്ടതെങ്ങനെയെന്ന് ഒരു കുഞ്ഞ് പഠിക്കുന്ന കാലമാണ് ഈ 40 ദിവസം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിലെ കൊച്ചു കൊച്ചു സഹനങ്ങളെ എങ്ങനെ ക്രിസ്തുവിനോട് ചേർത്ത് വെക്കാം എന്നത് പഠിച്ചെടുക്കുകയാണ് ഭൂമിയിലെ ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഒരുപക്ഷെ എൻ്റെ ഭക്ഷണാസക്തിയെ കുറയ്ക്കുന്ന, അല്ലെ എൻ്റെ ഭക്ഷണാസക്തിയെ ഞാൻ നേരിടുന്ന ഈ 50 നോമ്പിൻ്റെ കുറച്ചു കാലം ആ ഒരർത്ഥത്തിൽ നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം. അതിലുപരി ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കാൻ പഠിക്കുന്ന ഓരോ ദിവസവും മണിക്കൂറും നിത്യതയോളം മൂല്യമുള്ള ഒന്നാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും അധികം വളർത്തുന്ന നമ്മളുടെ സഹനങ്ങളുടെ ഒരു പരിശീലന കാലഘട്ടമായി നമുക്ക് ഈ നോമ്പിനെ മാറ്റാം. നിങ്ങൾ നോമ്പ് നോക്കണം എന്ന് പറയുന്ന ഒരപ്പനും അമ്മയല്ല, പകരം നമുക്ക് ഈ 40 ദിവസം ചില കാര്യങ്ങളൊക്കെ ഒന്ന് വേണ്ടെന്ന് വെച്ചാലോ എന്ന് ചോദിക്കുന്ന ഒരപ്പനും അമ്മയും കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് നിത്യതയിലേക്ക് വഴി നീർക്കുന്ന ചില വലിയ പാഠങ്ങളാണ്. തലമുറകളുടെ വിശുദ്ധീകരണമാണ്. തലമുറകളെ വഴി നടത്തുന്ന കൃപയുടെ ഒരു ചാലിനോടുള്ള തുറവയാണ്. അതിന് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഗോഡ് ബ്ലെസ് യു.